ചേച്ചിക്ക് സുഖമില്ലാത്തോണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അതിനിപ്പോ ആരെ പഴിക്കാനാ? പഴിക്കാൻ ഒരൊറ്റ ആളേ ഉള്ളൂ. അകത്തെ മുറിയിൽ നിന്ന് താളം കൊട്ടി മകളുടെ ആത്മഹത്യാശ്രമം ആഘോഷിക്കുന്ന ആ നരച്ച മനുഷ്യനെ. ബാലു, എന്താ സീതേച്ചി, ഞാൻ പറഞ്ഞ സത്യമല്ലേ? പ്രസിദ്ധനായ മൃദംഗവിദ്വാൻ പൂമുഖത്ത് പരമേശ്വരൻ കഴിയുന്നത് പോലെയൊക്കെ ജീവിതം ആഘോഷിച്ചുകൊണ്ടല്ലേ ഈ തറവാട് ഇങ്ങനെ ഒരു അവസ്ഥയിലായത്, ഇവിടെയുള്ള ഒരു ജീവിച്ചിരിക്കുന്ന പ്രേതങ്ങളായത്. മോനെ, അങ്ങനെയൊന്നും പറയരുത്. പറയും ചേച്ചി, ബാലു പറയും. തമ്പുരാന്റെ കയ്യിൽ നിന്ന് പട്ടും വിളയും സമ്മാനമായി വാങ്ങിയ വിദ്വാൻ പരമേശ്വരന്റെ മകന് പരീക്ഷയ്ക്ക് ഫീസ് കിട്ടാൻ അച്ഛൻ കുടിച്ചു കൂട്ടിവെച്ച മദ്യക്കുപ്പികൾ പെറുക്കി വിൽക്കേണ്ടി വന്നു. ഇതുപോലൊരു ഗതികേട് ലോകത്ത് ഒരു മകനും ഉണ്ടായി കാണില്ല. മോനെ, ഇരുട്ടിനെ എപ്പോഴും പഴിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ നേരത്ത് ഒരു ചെറിയ ചിരാതെങ്കിലും കത്തിച്ചു വെക്കാൻ കഴിയുമെന്ന് ആലോചിക്കല്ലേ വേണ്ടത്? ഈ തറവാട്ടിലിപ്പോ സീതേച്ചിയുടെ കരണോണ്ട് കത്തുന്ന വിളക്കേ ഉള്ളൂ. ആ ഭാഗ്യമെങ്കിലും കിട്ടാൻ പോയ ജന്മത്തിൽ എന്ത് പുണ്യം ചെയ്താവും. ബാലു, വൈദ്യൻ എന്താ പറഞ്ഞത്? ജീവൻ രക്ഷിച്ചവന് പകരം ദക്ഷിണ കൊടുക്കാൻ പോലും ഇവിടെ ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോ, അങ്ങനെയായിരുന്നെങ്കിൽ ആ കുട്ടിയെങ്കിലും രക്ഷിക്കാതിരിക്കാമായിരുന്നു. അതെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞിട്ടാ പോയത്. കേട്ടു നിൽക്കാനല്ലാതെ എനിക്ക് ഒന്നിനും കഴിഞ്ഞില്ല സീതേച്ചി. നീ എന്താ ഒന്നും മിണ്ടാത്തെ?